ശ്രീ ജോഷി ജോസഫ്, ഇപ്പോൾ പരാതി നൽകണം അല്ലെങ്കിൽ പരാതി വരട്ടെ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മന്ത്രിയാണ് ഈ സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനോട്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനോട് വലിയൊരു പിതൃവാത്സല്യം കാണിക്കുന്ന തരത്തിലുള്ള ഒരു ചേർത്ത് പിടിക്കലാണ് ആദ്യഘട്ടത്തിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഭാഷ അല്പം ഒന്ന് മാറിയെന്നേ ഉള്ളൂ. അപ്പോഴും ഈ പ്രിഡേറ്ററിനൊപ്പം, വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു സമീപനം മന്ത്രിയിൽ നിന്ന് തന്നെ കാണുകയാണ്. ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നതൊക്കെ താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. താങ്കളോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ശ്രീലേഖ എന്ന ആക്ട്രസിനോട് സംസാരിച്ചത്. അവർ ഒരു കാര്യത്തിൽ പോലും ഒരു കൂട്ടിച്ചേർക്കലും വരുത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. മാത്രമല്ല, അവർ ചോദിക്കുന്നത് ഞാൻ ബംഗാളിൽ നിന്ന് വന്ന് പരാതി നൽകണോ? അതായത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അവർ സർക്കാരിനെ കൂടി കാണാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ ഒരു മാറ്റവും വരുത്തുന്നില്ല. അതിന് പിന്നിൽ ആരുടെയും സമ്മർദ്ദമില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ശ്രീ ജോഷി ജോസഫ്, ഇക്കാര്യത്തിൽ അവരെ എങ്ങനെയാണ്, അതായത് അവർ ഈ ഇൻഫർമേഷൻ ആദ്യമായി പങ്കുവച്ച ആളെന്ന നിലയിൽ താങ്കൾക്ക് സഹായിക്കാൻ കഴിയുക? അതെ, അല്ല, നമ്മൾ ഹിതം എന്ന വാക്കിൻ്റെ അഹിതം എന്നാക്കും പോലെ എനിക്കൊരു സജഷൻ ഉള്ളത്, സാംസ്കാരിക മന്ത്രി എന്ന് പറയുന്നതിന് പകരം അസാംസ്കാരിക മന്ത്രി എന്ന് ഇതിനപ്പുറം നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പറയാൻ പോകുന്നത്, അസാംസ്കാരിക മന്ത്രി എന്നാണ്. കാരണം ഇത് ഈ ഇലക്ട്രോണിക് എവിഡൻസ് ഈസ് മോർ ദാൻ ഇനഫ് അല്ലേ? അങ്ങനെയാണല്ലോ. അങ്ങനെയല്ലാതെ ഒരു കഷ്ണം കടലാസിൽ എഴുതി തരാൻ വേണ്ടി എത്ര സമയം പിടിക്കും? പക്ഷെ മാത്രമല്ല, ഞാൻ കണ്ട വേറൊരു കാര്യം, അന്ന് എന്നോട് ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ, അത് ശ്രീലേഖ ഏത് അവസ്ഥയിൽ അന്നായിരുന്നോ അതിനെ ഒന്ന് ഒരു കൺസോൾ ചെയ്യാൻ വേണ്ടി, സമാശ്വസിപ്പിക്കാൻ വേണ്ടി എനിക്ക് പല കാര്യങ്ങളും അവർ പറയാൻ വെമ്പെടുക്കുമ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാറി നിന്നിട്ടുണ്ട്. കാരണം എനിക്ക് കൂടി അതിനകത്തൊരു കുറ്റബോധമുണ്ട്. ഞാനും കൂടിയാണല്ലോ അവരെ ഇവിടെ കൊണ്ടുവന്നത്, ഇടയാക്കിയത് എന്നത്. ഇപ്പോഴും അവർ ഒരു ഇരയായി, അവരൊരു നടിയാണ് എന്നുള്ളത്, ഒരു ആർട്ടിസ്റ്റാണ് എന്നുള്ളത് ഒരു അവരുടെ ഒരു സിവിലിയൻ സെൻസിന് അപ്പുറത്തേക്ക് അത് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് അവരൊരു ഇരയായി അഭിനയിക്കുകയായിരുന്നുവെങ്കിൽ അവരിപ്പോൾ സുജയ്ക്ക് തന്ന ഇൻ്റർവ്യൂ അതുപോലെ പറയുമായിരുന്നില്ല. അദ്ദേഹം കാണാൻ സുന്ദരനായിരുന്നു, വേണമെങ്കിൽ വേറൊരവസരത്തിലായിരുന്നു എങ്കിൽ ഇങ്ങനെ എന്നോട് ആക്രാന്തം കാണിക്കുന്നതിന് പകരം, ഒരു മലയാളം വാക്ക് ഉപയോഗിക്കുകയാണ്, ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല പെരുമാറിയത് എന്നൊക്കെ ഒരു ഇരയായി അഭിനയിക്കുന്ന ആളിൽ നിന്നും കിട്ടില്ല. അത് വളരെ കാൻഡിഡായിട്ടുള്ള ഒരു മനുഷ്യ മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ഇക്കാര്യത്തിൽ സിനിമ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്ക് മനുഷ്യൻ്റെ സൂക്ഷ്മാംശങ്ങളിൽ ശ്രദ്ധയില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് വെറും ഒരു ചത്ത ഇമേജാണ്. അതല്ല, ജീവിച്ചിരിക്കുന്ന ഒരു ഇമേജാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പൾസേറ്റ് ചെയ്യുന്നു, അതിന് ഹൃദയത്തുടിപ്പുണ്ടാകുന്നു എങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ശ്രീലേഖ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു സെൻസിറ്റിവിറ്റി കൂടി അറിയേണ്ടതാണ്. അതിന് പകരം എൻ്റെ ചങ്ങാതി കൂടിയാണ് രഞ്ജിത്ത്, ചില കാര്യങ്ങൾ മറക്കുന്നു, ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നു, ചില കാര്യങ്ങൾ മറക്കണം എന്ന് ഓർമ്മിക്കുന്നു. അതുകൊണ്ടാണ് സിഗരറ്റ് ഓർമ്മിക്കുന്നു, അതിനുശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുന്നില്ല. നമുക്കെല്ലാം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണല്ലോ. അപ്പോൾ ഇത് കാര്യങ്ങൾ വഷളായി പോകാതെ എങ്ങനെയെങ്കിലും, കാരണം ഇതിനകത്തൊരു അഭിമാന പ്രശ്നം കൂടി ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിമാന പ്രശ്നമല്ല, നമ്മൾ മലയാളികൾ എന്ന ഒരു ജനത നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ ബംഗാളിനോട് കാണിക്കുന്ന ഒരു ബഹുമാനത്തെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് എങ്ങനെയെങ്കിലും ഒരു സംസ്കാരമുള്ള ആരെങ്കിലും ഇടപെട്ട് തീർക്കേണ്ടതാണ്. ഈ അസാംസ്കാരിക മന്ത്രി കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.